ഹലോ 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവനെ ഒമാൻ ജീവിതത്തിന്റെ 2 മാസം ഇല്ലായിരുന്നു. ഒട്ടകങ്ങളുടെ കൂടെയുള്ള ഒമാൻ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഒട്ടക പാല് സൂപ്പറാ. ഒട്ടകത്തിന്റെ പാല് മാത്രമേ കുടിച്ചുള്ളൂ. നമ്മൾ പാലല്ലേ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അല്ല എന്ന് വെച്ചാൽ കുഞ്ഞിലെയും നമ്മൾ പാല് വെച്ചല്ലേ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയും പോയപ്പോഴത്തേക്കും അങ്ങനെ ഒരു കുഞ്ഞുനാളിൽ എത്ര പാല് കുടിച്ചിട്ടുണ്ട്? ഓർമ്മയില്ല, കുറെ കുടിച്ചതാണ്. കുഞ്ഞിലെ പോയ ഇങ്ങനെയൊക്കെ കൊഴുത്തിരിക്കുകയായിരുന്നു. ഇവൻ ഒമാനിന്ന് വന്നപ്പോ എന്റെ പൊന്ന് എന്തുമാത്രം സാധനം തിന്നാൻ കൊണ്ടത്. മുട്ടായും ചിപ്സ്. ഒമാൻ ചിപ്സ് എന്നാ പൊളിയാണ്. മറ്റേ ലേസ് ഒക്കെ മാറിയിരിക്കും. മറ്റേ ഒമാൻ ചിപ്സിന്റെ തട്ട് മേളും. അതിന്റെ ഓരോ ഫ്ലേവർ ഉണ്ട്. മറ്റേ തിൻ വേഫർ ഉണ്ട്, ഇച്ചിരി കട്ടിയുണ്ട്. പക്ഷെ ഭയങ്കര പൊളി കേട്ടോ. എന്തോ ടേസ്റ്റ്. അതിന്റെ വെറൈറ്റി ഫ്ലേവർ അല്ല അത്. ലേസ് ഒക്കെ മറ്റേ മാറി നിൽക്കും. സത്യം പറഞ്ഞ നമ്മൾ ആ സ്നാക്സും കൂടെ എല്ലാം കൂടെ എടുത്തു വെച്ചോണ്ട് ഒരു വീഡിയോ എടുക്കണം കഴിച്ചിട്ട്. ശരിയാ, അത് ശരി. അങ്ങ് റിവ്യൂ ആയിരുന്നു. അതെങ്ങനെ ഉണ്ട്. നമുക്കാണെങ്കിൽ നീ അത് തിന്ന് എല്ലാം പോയി കഴിഞ്ഞാണോ നീ ഇത് പറയുന്നത്? അങ്ങനെയുള്ള ബുദ്ധി എന്റെ കുഞ്ഞിന് താമസിച്ചേ വരത്തുള്ളൂ അല്ലയോ? പക്ഷെ ഇവൻ കൊണ്ടുവന്ന അവിടുത്തെ ലേസും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടുത്തെ സാധനം ഇവിടെ എന്തോ ചവറാണ്. ഇവിടെ പ്ലാസ്റ്റിക് തിന്നുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ ഉള്ളതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ. അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഖത്തറിൽ പോയി കഴിയുമ്പോ തംസപ്പ് ഇതൊക്കെ കുടിക്കുമ്പോ നമുക്ക് കുടിക്കുമ്പോ തന്നെ അറിയാം ഇവിടുത്തെ ടേസ്റ്റ് ഡിഫറൻസ്, അതിന്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അവര് ഈ കറക്റ്റ് തണുപ്പത്തൊക്കെ സ്റ്റോർ ചെയ്യുന്നോണ്ടാന്ന് അതിന്റെ ആയിരിക്കത്തില്ല. ഇവിടെ തന്നെ ഇത് മറ്റേ അങ്ങറ്റത്ത് ലോറി കയറ്റി ഇവിടെ വെയിലെല്ലാം കൊണ്ട് അതുകൊണ്ട് കടയിലെത്തുന്നത്. അപ്പൊ തന്നെ അതിന്റെ പകുതി ടേസ്റ്റ് പോകും. അല്ലെ അവിടത്തൊക്കെ ഒരു ഡയറ്റ് കോക്ക് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് രാത്രി ഉറക്കമൊന്നും പറ്റില്ല. അങ്ങനത്തെ സ്ഥിരം. ഞാൻ ഇങ്ങനെ രാവിലെ 6:30 വരെ ഇങ്ങനെ ഇരിക്കും കിളിയുള്ള സൗണ്ട് കേട്ട്. അവിടെ കിളിയുണ്ട്? പിന്നെ കിളി ഇല്ലെന്നോ, കിളിയൊക്കെ ഉണ്ട്. അവിടെ ഒരു കുഞ്ഞു കിളിയുണ്ട്. അത് ഇവിടുന്ന് അവിടെ എത്തുന്ന നമ്മൾ കാണത്തില്ല. ഭയങ്കര സ്പീഡ്. അത് ഭക്ഷണം കഴിക്കുന്ന പോലും ഭയങ്കര ഭയങ്കര വെപ്രാളമാണ്. ജീവിക്കണ്ട്. അതെ, വരുന്നല്ലേ എന്നാ ചെയ്യാൻ പൊളിയായിരുന്നു. പക്ഷെ ഞാനൊരു 2 ആഴ്ച എൻ്റെ അത് തിന്ന് നശി. പക്ഷെ ഇവിടുത്തെ ഒരു കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ച് നമ്മൾ ഡെഡ് ആവും. ഇത് എത്ര തിന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് സീനൊന്നുമില്ല. ഇവിടുത്തെ ഒരു എന്ത് സാധനമായാലും ഒരു 10 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ പിന്നെ ഒരു ദിവസം പോക്ക. പിന്നെ നമുക്ക് ഒന്നും തിന്നാനും പറ്റത്തില്ല, ഒന്നുമില്ല. ശരിയാ. എന്തുമാത്രം മുട്ടായാണ് ഈ ലോകത്ത്. തീർന്നു. അങ്ങോട്ട് വെച്ച് നോക്കുക. എടാ ഡെയിലി ഞാൻ 2 പാക്കറ്റ് വെച്ച്, ഒരു പാക്കറ്റ് ചിപ്സും 1 പാക്കറ്റ് മുട്ടയും ഡെയിലി തിന്നുകൊണ്ടിരിക്കും. അത് ഒരു പാക്കറ്റ് ഇത്ര ഉണ്ട്. ഇന്നലെ അന്ന് നോക്കിയപ്പോ അവിടെ താഴെ കവറുകളൊക്കെ വൈകിട്ട് നിങ്ങൾ ഉറങ്ങുമല്ലോ. ഇപ്പൊ എന്റെ കവറല്ലേ എടാ ഇവിടെ. അതാ പറഞ്ഞത്, അത് ലാസ്റ്റ് സാധനം. അതിലെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇത് നല്ലതാ. പക്ഷെ അതിന്റെ ഒരു ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി താഴെ നിൽക്കുന്ന ഈ സാധനം. അപ്പൊ ഈ സാധനം ആർക്കും വേണ്ട. അപ്പൊ ഞാൻ കഴിവത് നോക്കിയപ്പോ ബാഗിനകത്ത് 1 കിലോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അവിടെ വെക്കും, കടിച്ചിരിക്കും. ഈ മറ്റേ പണ്ടത്തെ രാജാക്കന്മാര് ആൾക്കാരെ കൊന്നിട്ട് എത്ര ആൾക്കാരെ ഞാൻ കൊന്നും പറഞ്ഞ അവിടെ ഷവ എടുത്തോണ്ട് വരത്തില്ല. അതുപോലെ മുട്ടായൊക്കെ തിന്നിട്ട് മുട്ടയുടെ ബാക്കിയുള്ള രാത്രി ഉറങ്ങും. മറ്റേ ഒച്ചയായി തല കിലി കിലി കിലി. മറ്റേ മുട്ടയുടെ കവർ എല്ലായിടത്തും. അത് കുറച്ച് തിന്നു കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ ഡെഡ് ആവും. മധുരം കുറെ ചെല്ലും. വിസ്കിയും പിന്നെ മറ്റേ അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ആ റമ്മ്, അതെന്നാ സാധനമായിരുന്നു. ഇവിടെ ഞാൻ ജീവിതത്തിൽ അത്ര നല്ല റമ്മ് ഞാൻ കുടിച്ചിട്ടുള്ളൂ. ചുമ്മാ ഇങ്ങനെ കുടിക്കാം. എന്റെ ഫോണിൽ ഫോട്ടോ ഉണ്ടോ എടാ. ചുമ്മാ എനിക്കൊരു വൈൻ കുടിക്കുന്ന പോലെ തോന്നി. ഗ്രേപ്പ് ജ്യൂസ് ഒക്കെ കുടിക്കുന്ന പോലെ. ഡ്രൈ ഒഴിച്ചിട്ട് എടാ അത് നീറ്റ് അടിപൊളിയാ. ഭയങ്കര ടേസ്റ്റ് ആയത്. അത് ഞങ്ങള് നീറ്റും കുടിച്ചു, മറ്റേ വെള്ളം ഒഴിച്ചു കുടിച്ചു, സോഡ ഒഴിച്ചു കുടിച്ചു, പിന്നെ കോക്കും ഒഴിച്ചു കുടിച്ചു. പക്ഷെ ഏറ്റവും പൊളി നീറ്റ് കുടിച്ചപ്പോ എന്തോ പൊളിയായിരുന്നു. എല്ലാം പൊളിയാ. പക്ഷെ നമ്മള് സാധാരണ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ സാനിറ്റൈസർ കണക്കല്ലേ ഇത് വലിച്ചു മണം. മെർമെയ്ഡ് സ്പൈസ് ഡ്രം. അതിന് മറ്റേ ഒരു നമ്മുടെ ക്ലോവിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ സ്പൈസസിന്റെ എല്ലാ ടേസ്റ്റും എല്ലാം. പിന്നെ ഒരു മധുരവും നൈസായിരുന്നു.
നമുക്കെന്താ അതൊക്കെ ചിലപ്പോ ബാക്കി കാണും കേട്ടോ. ഞങ്ങളൊരു സ്നീക്ക് പീക്ക് അടിച്ചിട്ടോ അത്. അന്ന് വേറൊരു പരിപാടി സെറ്റ് ചെയ്തതിന്റെ ഇടയ്ക്ക് ആണോ? അത് നമ്മള് അന്ന് നീ ഗോവയിൽ പോയിരുന്നു അന്ന്. എടാ അത് അടിച്ചു കഴിഞ്ഞോണ്ടല്ലോ കിളി. ഇവൻ അത് അത് കഴിഞ്ഞ ഞങ്ങള് ഫസ്റ്റ് ഡ്രിങ്ക് അടിക്കുകയും മൂഡ് മാറി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. രസമായിരുന്നു. ഒരു പൊട്ടങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളപ്പോ പോണമായിരുന്നു, എനിക്കും പോണമായിരുന്നു. എൻജോയ് ആക്കിയാലും തീർക്കാൻ വേണ്ടി കഴിക്കുന്നത് അത് അത്ര നല്ല സാധനമൊക്കെ ഇല്ല. പക്ഷെ അത് കഴിച്ചിട്ട് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര പൊട്ടം കളിയായിരുന്നു ഫുൾ ടൈം. ഞാനും ഇവരോട് അവിടെ മറ്റേ ആ റെയിൽവേ സ്റ്റേഷൻ അവിടെ പോയി എന്തൊക്കെയാ കാണിച്ചത്. എന്നാ അടിപൊളി സാധനം. ആ അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ഗമയുണ്ട് ഈ സാധനത്തിന്. നമ്മുടെ നാട്ടിലത്തെ അടുത്തടുത്ത് ഇപ്പൊ എന്തെങ്കിലും പുറത്തടിക്കുമ്പോഴത്തേക്കും നല്ല മൂഡ്. ഇന്നലെ ഹോഗാർഡൻ അടിച്ചു. എന്ത് രുചിയാണോ ഹോഗാർഡന്റെ ആ ബിയർ. വിഷയം ബിയർ അതിന്റെ കൂടെ ആ ഓറഞ്ചും കൂടെ ഇട്ട് നമ്മളിങ്ങനെ കുടിക്കുമ്പോ ആ ഓറഞ്ച് ഇങ്ങനെ നമ്മൾ അടുത്ത് വരുമല്ലോ. അപ്പൊ അത് അതിന്റെ ഇടയ്ക്കൂടെ ഈ ബിയർ ഇങ്ങനെ കയറി വരുമ്പോ ഒരു നല്ല അത് ഒരു ഭയങ്കര ഒരു ഇത് ഹെവൻലി ഫീൽ ആയിരുന്നു. ഉമ്മ വെക്കും. ഇടയ്ക്ക് ആ ഓറഞ്ച് വരുമ്പോഴത്തേക്ക് നമ്മളെ സ്ത്രീതുമായിട്ട് അങ്ങ് കെട്ടിപ്പിടുത്ത ഉമ്മൊക്കെ ആയിരുന്നല്ലോ. അത് നമ്മുടെ പണ്ട് കണ്ട ബന്ധത്തിന്റെ സ്നേഹം. അതിനെന്താ പ്രശ്നം? അങ്ങനൊക്കെയല്ലേ നമ്മൾ ആൾക്കാരൊക്കെ ബന്ധങ്ങൾ ഉണക്കി കുടിക്കുന്നു. ആ ഓറഞ്ച് പക്ഷെ അതിന് ശേഷം എനിക്ക് ഇപ്പൊ കിങ്ഫിഷർ കാണുമ്പോ വെറുപ്പാണ്. പ്രീമിയം ബിയർ. അതെ, നമുക്ക് തന്നെ സ്റ്റാൻഡേർഡ്. അതെ, ഒരു വികാരമുണ്ട്. ഇന്നലെ പക്ഷെ ആ ഹോഗാർഡൻ അടിച്ചപ്പോഴാണ് മനസ്സിലായത് ഓ സംഭവം കൊള്ളാന്ന്. അതാ പറഞ്ഞല്ലേ. ഞാൻ ആക്ച്വലി വേറെന്തോ പറയാൻ വന്ന ഞാൻ വിട്ടു. ആ ഹോഗാർഡൻ അടിച്ചിട്ട് കൈയിടുക ഗ്ലാസിന്റെ അകത്ത് ആ മറ്റേ നാരങ്ങ ഓറഞ്ച് നാരങ്ങ എല്ലാത്തിനും ഒരു പേരുള്ളു. നാരങ്ങ പക്കി പക്കി മറ്റേ ബാബു ബോയ്സ് ജവാന്റെ വേണ്ട ഇത് നാരങ്ങ നാരങ്ങ പുളിയുള്ള എല്ലാം നാരങ്ങ. അയ്യോ, അതിട്ട് ഒന്നാം തരം ചപ്പലായിരുന്നു അത് കഴിച്ചോണ്ട്. ചപ്പലോ? ചപ്പ് ചപ്പ്. എടാ മറ്റേ അത് അതിന് മുമ്പ് കഴിച്ച നൂഡിൽസ് തന്നെ പൊളിയായിരുന്നു. ആദ്യമേ കൊണ്ടുപോകുന്നത് അയ്യോ ഒരു നല്ല ഹെവി നൂഡിൽസ്. നമ്മുടെ മറ്റേ സാധാ നമ്മുടെ നാട്ടിൽ ഒരു ചൈനീസ് ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിന്, നമ്മൾ കുഴച്ചടിക്കുന്നത്. അതല്ല, ഇതൊരു നല്ല നല്ല ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ച് ഓവറല്ല ഹെവി സാധനം. ഇപ്പൊ നാട്ടിലെ വല്ല ചുമയും വാങ്ങുവാണെങ്കിൽ അവിടെ ഒരു നേപ്പാളി ചെക്കൻ ഉണ്ട്, അവന്റെ കയ്യിൽ ഒരു 5 സ്പൈസസ്. ആദ്യം നൂൽസ് അങ്ങ് ഇടുക, ഇതങ്ങ് ഇടുക, അത് ഇച്ചിരി ഒരു വേർപ്പം കൂടെ ഇടുക, എന്നിട്ട് ഉണ്ടാക്കി തരും. നമുക്ക് എന്തുകൊണ്ടായിരിക്കും ഈ ചൈനീസ് ഫുഡ് ഭയങ്കര ഇഷ്ടം. അത് ശരിക്കും ചൈനീസ് അല്ല, ഇന്ത്യൻ ചൈനീസ്. അത് നമുക്ക് ഭയങ്കര അല്ല, നമ്മുടെ എത്ര അവന്മാര് ഫ്ലേവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി ഇവന്മാരുടെ MSG അടിപൊളിയാ കേട്ടോ, ഭയങ്കര സൂപ്പറാ. ഇവിടത്തെ മറ്റേ ഇടുന്ന ഉപ്പ് പോലെ. അതിന്റെ പേരെന്തായിരുന്നു? MSGയുടെ പേരെന്ത്? അജിനാമോട്ടോ. അജിനാമോട്ടോ. എല്ലാരും പറഞ്ഞത് അത് ഭയങ്കര ഹാംഫുൾ ആണ്. പക്ഷെ അത് പിന്നെ എന്തോ ഡോസിലെടുത്താൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഉപ്പും അല്ല, ഉപ്പും കൂടുതൽ കഴിച്ചാൽ എന്തോ അതെ. അത് ഇവിടെ അജിനാമോട്ടോ വിത്ത് ഉപ്പാണ്, എക്സ്ട്രാ കിക്ക് കിട്ടും. പൊളിയാ. ഞാൻ പണ്ട് വിചാരിച്ചു മാഗിയുടെ കൂടെ കിട്ടുന്ന ആ പാക്കല്ല, അത് മറ്റേ അജിനാമോട്ടോ അതാന്ന് ഞാൻ വിചാരിച്ചു. അജിനാമോട്ടോ അതിനകത്തൊക്കെ ആള് ഉണ്ട്, അതിനകത്തോട്ട് ഭയങ്കര ഫുഡിനൊക്കെ നല്ല ഫ്ലേവറാ. ഇവർ ഈ സാലഡിലൊക്കെ ഇടും അതിലോ മുട്ട ഇട്ട്. അത് ഡോസ് കൂടിയ സീനാവും. അതിന്റെ ഒരു അളവിൽ കഴിച്ച സീനൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്കെന്താ കഴിച്ചാലും കുഴപ്പമൊന്നും, നമ്മളെന്തും തിന്നും. ആ മൈൻഡാണ്. സോ പിന്നെ ഇവിടെ ഇപ്പൊ എന്നാ ചില്ലല്ലേ? ഇവിടെ ഹെവി ചില്ലിങ് അല്ലേ, ഹെവി അല്ലേ? അത് പറയാതിരിക്കുന്നതാണ് എന്നുവെച്ചാ നല്ല മഴ, അത് ഇതൊക്കെ. മറ്റേ അങ്ങനത്തെ ചൂട് സീനില്ല. ചൂടുണ്ട്. നമ്മള് ഇന്നലെ വെളിയിറങ്ങി നല്ല ചൂടായിരുന്നു. അത് പുറത്ത് ഇപ്പൊ അകത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല മഴ, അങ്ങനത്തെ ഒരു ലൈക്ക് അകത്ത് നമ്മള് AC ഒക്കെ അകത്ത് ഇപ്പൊ ഈ ബിൽഡിങ്ങിനകത്ത് നല്ല തണുപ്പാ. അതെ,
നമ്മള് ഞാൻ അവിടെ അതിനകത്ത് നടപ്പായിരുന്നു. ഇവിടെ കുറെ മരങ്ങളോ ഇവിടെ എല്ലാം ഫ്രണ്ട് എല്ലാം മരമായതുകൊണ്ട്. മറ്റേടത്താണെങ്കിൽ ഒന്നും ഇല്ലല്ലോ. മറ്റേ അവിടത്തെ ഒരു അപ്പുറത്ത് പണി നടക്കുന്നത് ഇവിടെ അങ്ങനത്തെ സീനൊക്കെ. ഇവിടെ നല്ല ഒരു നല്ല ക്ലൈമറ്റ്. മറ്റേ നമ്മൾ എപ്പോഴും റൂമിന്റെ അകത്തിരുന്ന് കാണാൻ ഭയങ്കര ചൂട് കാണണം. ഇതിപ്പം മഴയൊക്കെ ഇപ്പൊ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ പുറത്തൊക്കെ പോകും. പക്ഷെ ഇവിടെ മഴ പെയ്താ ഇവിടെ ഒരുമാതിരി ചവറായി റോഡ്. നമുക്ക് നടക്കാനേ തോന്നത്തില്ല. എല്ലായിടത്തും നനഞ്ഞല്ലേ. കാരണം ഈ വെള്ളം ഒലിച്ചു പോകുന്നില്ല. അതും ഇവിടുത്തെ റോഡിലെ വെള്ളത്തിനകത്ത് എന്തൊക്കെയാണ് ദൈവത്തിന് കാലയിലൊക്കെ പറ്റിയ വിഷയോ. നിനക്ക് മറ്റേ മോന്താക്കി കഴുകിയിട്ടല്ലേ ഇപ്പൊ കണ്ടി തൂക്കേണ്ട വന്നിരിക്കും. ഇവരാ മറ്റേ വർഷോപ്പിൽ പോയി അവിടുത്തെ വെള്ളം വെച്ചാണ്ട് ബോം കഴുകി വന്നത്. അല്ല എങ്ങനെ വരാൻ ഇവര് മാത്രം. അത് ജസ്റ്റ് ചുമ്മാ ഓയിലൊക്കെ തുറത്താളയാൻ കൊള്ളാതെ അങ്ങ് പഴുത്തുപോയി. ഇപ്പൊ ഈ മറ്റേ മീനൊക്കെ മാരിനേറ്റ് വെച്ചോല്ലോ. എന്റെ കണ്ണ് കാണാൻ ഇപ്പൊ ചുമന്നിരിക്കുന്നു. മീനൊക്കെ എന്താ വെച്ചാല് മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കും. മരട്ടിയല്ല മാരിനേറ്റ് വെക്കണം. അതുപോലെ അങ്ങ് എണ്ണ മുക്കിയാൽ മതി. ഞാനൊരു കഴിഞ്ഞ ഒരു മാസമായിട്ട് കട്ട അഡിക്ഷനില്ല. ദോക്ക അഡിക്ഷൻ. മിതുവാക്കെടുക്കുക, ദോക്ക വലിക്കുക. അയ്യോ. പക്ഷെ അത് വലിച്ച വരെ വേറെ ഒന്നും നമുക്ക് വേണ്ട. സിഗരറ്റൊന്നും വേണ്ട. ഇത് മതി. അതൊരു പ്രോബ്ലമായി സത്യം പറഞ്ഞ. എടാ അത് തുടക്കത്തിൽ കുറച്ച് ഹാർഡാണ്. അത് ഇപ്പോൾ ഒരു ആദ്യത്തെ ഒരു ഇത് നല്ല പാടാണ്. പക്ഷെ നമുക്കത് പിന്നെ അത് യൂസ്ഡ് ആവും ഒരു 2-3 ദിവസം കഴിയുമ്പോൾ. പിന്നെ അങ്ങോട്ട് ഭയങ്കര രസമാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾ വരെ ലാസ്റ്റ് സ്റ്റേജില്ല. മറ്റേ വയ്യ അത് വലിച്ചാ വയ്യ. രാവിലെ ഉണ്ടെങ്കിൽ പവറായിട്ട് ചിലപ്പോൾ ഒന്ന് റെഡിയാകും. ഇത് വലിച്ചയച്ചാൽ പിന്നെ ഒരു മന്ദത ഇങ്ങനെ ഇരിക്കും. ഞങ്ങളിപ്പോ ലാസ്റ്റ് അടുത്ത് കളഞ്ഞു. ഒരു കുപ്പി ഇത്രയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ തീരുമാനിച്ചു ഇത് നമുക്ക് കളയാം. എന്നാലും ഇത് കുറച്ച് സീനായി തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കട്ട അഡിക്ഷൻ. നേരെ കൊണ്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു. രാവിലെ ഒരു ലാസ്റ്റ് പമ്പ് എടുത്തു നേരെ കൊണ്ട് കളഞ്ഞു. രാവിലെ എണീക്കുന്ന പോലും ബെഡിൽ രാവിലെ പോയി നോക്കി ഇപ്പൊ അടിച്ചാൽ നല്ലതായിരിക്കും. ഇതിന് കണ്ടു തുറന്നതല്ലേ ഉള്ളൂ. സീന ഇത് സിക്കായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇത് സിക്കാ. ഇത് പക്ഷെ ഇത് നിർത്തുമ്പോ ഒരു നല്ല വ്യത്യാസമാണ്. പിന്നെ അടുത്ത് ഇത് എടുക്കുമ്പോ സീനാവും. അത് ഒരു പോയിന്റ് കഴിയുമ്പോ അത് എൻജോയ് ചെയ്യാൻ തോന്നും. ആദ്യമേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാ അത് ഇതിന്റെ ശ്വാസം മുട്ടും ഒരു 10 സെക്കൻഡ്. എന്നാ സീനാന്ന് പറയും. പക്ഷെ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സമയമുണ്ട്. അത് അപ്പം അടിപൊളിയായിരുന്നു. എല്ലാ സാധനവും അങ്ങനെയാണല്ലോ. തുടങ്ങി കുറച്ചാളെ കഴിയുമ്പോൾ ഭയങ്കര നൈസായിരിക്കും. ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ്സ് നല്ല രസമാണ്. പിന്നെ ഇതങ്ങ് അല്ല ഇതിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാരണം ഇപ്പം എനിക്ക് കുറച്ച് ടെമ്പററി സാധനങ്ങളാണ് ഇഷ്ടം. ഇപ്പം ആൽക്കഹോളൊക്കെയാണ് കുറെ കുടിച്ചാൽ നമ്മൾ മറ്റേ ഔട്ടായി എന്ന് പറഞ്ഞാൽ കുറെ കുടിച്ചാൽ അല്ലെങ്കിൽ സീനൊന്നുമില്ല. ഇപ്പം വേറെ എന്ത് സാധനം അടിച്ചാലും നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇത് നോർമലാവും. ഈ സാധനം അഴിച്ച് ഒരു മിനിറ്റ് മാക്സിമം. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ബാക്ക് ടു നോർമലാവും. പക്ക സോബർ സീനാവും. അത് എനിക്ക് അതിനോട് ഇപ്പം താല്പര്യം. കാരണം ഒരു കുറച്ചു നേരത്തേക്ക് ഇങ്ങനെ പിന്നെ ഇത് ഒത്തിരി നേരം കയ്യിൽ നിന്ന് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇന്നലെ ആർക്കും കണ്ടുപോലും ഇല്ല. ഇത് ഇപ്പൊ ഉച്ചയായി. ഇപ്പൊ അടിക്കണമെന്നില്ലല്ലോ. ഇപ്പൊ നേരെ അവിടെ ഉണ്ടല്ലോ സംഭവം ഉണ്ടല്ലോ. അതെ ഞാൻ ഇപ്പോഴും എൻജോയ് ചെയ്ത മറ്റേ ബിയറാ. എപ്പോഴും അന്നും എന്നും ബിയർ അടിക്കുക. ആ ഒരു എന്താണ് നല്ല ബിയർ അടിക്കുക, ചില്ല് ചെയ്യുക. ഞാനിപ്പോ കഴിഞ്ഞ 4 മാസമായിട്ട് ഫുൾ ഹോട്ടടിയാണ്. ബിയർ അടിയേ ഇല്ല. ഇപ്പൊ ലാസ്റ്റ് ബിയർ അടിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഓട്ടോ എനിക്ക് ചെറിയ മടുപ്പ്. കാരണം എന്താ ഒരു ഹാങ് ഓവർ ഇല്ല കേട്ടോ. ഇത് എന്തോ അത്ഭുതം. ഒരു സീനും ഇല്ല. ഇന്നലെ നല്ല അടിപൊളിയായി. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ എണീറ്റപ്പോ 12 മണിയായി. പക്ഷെ നമ്മളെ കിടന്നപ്പോ 3 മണിയാണ്ടായി. പക്ഷെ ഒരു നല്ല മൂഡ്. ഫുള്ള് ലൈഫ് ഒന്ന് റീസെറ്റ് ആയത് ഒന്നേത് തുടങ്ങുക. റീസ്റ്റാർട്ടിങ് ഫുൾ. രാവിലെ ഉണ്ടെങ്കിൽ മറ്റേ പുതിയ മനുഷ്യനെ മാമോദീസ മുങ്ങി വന്ന പോലെ ഉണ്ട്. ഇവൻ
ഞാനാണ് ഇവൻ തന്നെ ഇവരെവിടെ സ്വിച്ച് ഇട്ട പോലെ കയറി വരും കൃത്യസമയത്ത്. രാവിലെ കയറി വരും. ഓക്കെ, ഇനിയിപ്പോ കഴിക്കാം. ഞങ്ങൾ ഇന്നലെ അവിടെ പോയതാണല്ലോ, ഒരു സൂപ്പ് കുടിക്കാൻ പോയതാ. ആ സൂഷി അടിപൊളിയല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവന്മാരെ നല്ല സൂഷി ഉണ്ടാക്കുന്നത്. ഞാൻ ഇതുവരെ സൂഷി കഴിച്ചാൽ എനിക്ക് ഒരിടത്തും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് രണ്ടാമത് കിട്ടിയ പീസിൽ എനിക്ക് നല്ലപോലെ ആ ഫിഷിന്റെ ടേസ്റ്റ് വന്നത്. ആദ്യത്തേല് സത്യം പറഞ്ഞ ഒരു മുട്ടായി തിന്നുന്ന പോലെ എനിക്ക് നല്ല കുഴഞ്ഞ ഒരു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മേളിൽ ആ റെഡ് സാധനം കിട്ടില്ലേ, എനിക്ക് റെഡ് വെൽവെറ്റ് കേക്ക് അതിന്റെ ഒരു ഇതായിരുന്നു. എനിക്ക് ശരിക്കും ഒരു കേക്ക് തിന്നുന്ന പോലെ തോന്നി. നല്ല ടേസ്റ്റ്, അടിപൊളി. അതും ഞങ്ങള് കഴിഞ്ഞ ദിവസം പോയി അവിടെ നിന്ന് 4 തിന്നു. പിന്നെ ഇന്നും പോയി. അന്ന് എല്ലാരും കൂടെ വന്നു. അവന്മാർ കോംപ്ലിമെന്ററി ആയിട്ട് നമ്മളെ മറ്റേ ചൂണ്ടായിട്ട് വെട്ടിക്കോ ഇനി വരാൻ വേണ്ടി. പക്ഷെ എനിക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാം നൂഡിൽസും എല്ലാം. ഞങ്ങൾ ആദ്യമേ അവന്മാര് ഞാൻ പഠിച്ച അവന്മാർ അടിപൊളി സർവീസാണ്. മാനേജർ അടിപൊളിയാണ്. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് പോയപ്പോൾ മോമോസ് ഒന്നിനും കൊള്ളത്തില്ല. ഞങ്ങൾ അവരോട് പറഞ്ഞു ഇത് ഭയങ്കര ശോകമാണ് ഞങ്ങൾക്ക്. എന്നിട്ട് അവർ പറഞ്ഞു മാറ്റിത്തരാം എന്ന് പറഞ്ഞ് വേറെ ഉണ്ടാക്കി. അത് അതിലും ഷോ. അപ്പം ഞങ്ങൾക്ക് ഒരെണ്ണം കൂടെ ഇനി വരാനുണ്ട്. അപ്പം ഞങ്ങൾ ആ ഒരെണ്ണം കഴിഞ്ഞിട്ട് പോകാൻ പൈസ കൊടുത്തു. ഇല്ല ഒരെണ്ണം കൂടെ ഉണ്ട്. വേണ്ട, ഇത് തരില്ല, ഫ്രീ ആയിട്ടാളെ പോലും വേണ്ട. അവരെ ഇല്ല എടുത്ത് നിങ്ങൾ എന്നാ പാക്ക് ചെയ്തുകൊണ്ട് നോക്കും, ഇവിടുന്ന് കഴിക്കണ്ട, അവിടെ പിന്നെ കഴിക്കാൻ. ലാസ്റ്റ് ഞാൻ പറഞ്ഞു സാരെ കൊള്ളത്തില്ല, അതുകൊണ്ടാണ് ഇനി നിർബന്ധിക്കില്ല, കഷ്ടമുണ്ടത്. പക്ഷെ ഞങ്ങൾ പിന്നെ അന്ന് ഞങ്ങൾ ഇരുന്നപ്പോൾ അപ്പുറത്തിരുന്നവർ ഈ നൂഡിൽ ഞങ്ങൾ കണ്ടു, വേറെ ആൾക്കാരെ കഴിക്കുന്നത്. അത് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് അത്യാവശ്യം ഒരു കൊള്ളാവുന്ന സാധനമാണ്. കാരണം കാണുന്നില്ല സാർ, അല്ല അത് കാണുമ്പോഴേ നമുക്കൊരു മനസ്സിലായി ഇത് മറ്റേ തട്ടുകട സീനല്ല. നല്ല നൂഡിൽ ഇച്ചിരി ഉണ്ടാക്കാൻ അറിയുന്നവൻ ഇത് ആ നൂഡിൽ കണ്ടാലേ നമുക്ക് ഇച്ചിരി അങ്ങനെ ചീപ്പ് സാധനങ്ങളും അല്ല. ഒരു നൂഡിലാണ്ട് $600 ആണ്ട്, 500 രൂപ. പക്ഷെ അതിനുള്ള സാധനം അവന്മാര് നല്ല ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ അന്നേ ഞങ്ങൾ നോട്ടം ഇട്ടാ നമ്മള് വാങ്ങിച്ച മോമോസ് ബാക്കിയുള്ള സാധനം അടിപൊളിയായിരുന്നു. നമ്മൾ ഇതുവരെ കഴിച്ച എല്ലാം ആകെ തുടക്കത്തിലെ മോമോസ് മാത്രമേ ഉള്ളൂ പാളിപ്പോയി. സൂപ്പും അടിപൊളിയാണ്. സൂപ്പ് ഞങ്ങൾ സൂപ്പ് കുടിക്കാൻ പോയത്. എന്നിട്ട് അവിടെ മറ്റേ ബാവോസ് ഓർഡർ ചെയ്ത് അത് കഴിച്ചു. അപ്പൊ നിങ്ങൾ വന്നു അത് നൂഡില് കഴിച്ചു. കൊള്ളായിരുന്നു. അവിടെ നല്ല തിരക്കുണ്ട്. ചെറിയ ചെറിയ സ്ഥലങ്ങളല്ലേ, പക്ഷെ നല്ല തിരക്കുണ്ട് അവിടെ. ഇവിടത്തെ എല്ലാം അങ്ങനെ ഇവിടെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ വെളിയിറങ്ങി നല്ല ഫുഡ് കഴിക്കണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതല്ലാതെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഓൾറെഡി നമുക്ക് നല്ല ഫുഡ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വെളിയിൽ പോയാലും അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഹെവി ഫുഡ്. നല്ല സാധനം നല്ല ക്വാളിറ്റി. അതായിട്ട് മടുത്തു ഒന്ന് പോയി കുറച്ചു നേരം അവിടെ ഇരിക്കുക. വീട് പോലത്തെ സെറ്റപ്പ് ഇല്ല, നമുക്ക് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റത്തില്ല ഇവിടെ. നമുക്ക് തന്നെ എങ്ങോട്ടെല്ലാം പോകാൻ. പിന്നെ ഇവിടെ കുറെ പേരുണ്ട്. നമ്മളാണെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാരും ഇങ്ങനെ ആയിരിക്കുമല്ലോ, റൂംമേറ്റ്സിന്റെ കൂടെയും കൊളീഗ്സിന്റെ കൂടെ ഒക്കെ അടുത്തടുത്തായിരിക്കും. അപ്പൊ എല്ലാരും ഒന്ന് ഒരു വീക്കെൻഡ് ആകുമ്പോ ഒന്ന് കൂടാൻ വേണ്ടി എവിടെയെങ്കിലും പോകും, ഒന്ന് ചില്ല് ചെയ്യാൻ. പിന്നെ അവിടെ കണ്ടിട്ടുണ്ട് മിക്കതും ലൈക്ക് മറ്റേ ആ ഡേറ്റ് സീനാണ്. ഒരു ഡേറ്റ് സ്പോട്ട് അത്. നമ്മൾ മാത്രമേ ഉള്ളൂ 5-6 ആളുകൾ മറ്റേ കുഴച്ചടിക്കുന്ന അവിടെ ഇരുന്ന്. ഞാൻ കണ്ടപ്പോ അവര് വന്ന് ചിലപ്പോ ഒരു സൂഷി ഓർഡർ ചെയ്യും. അത് നമ്മൾ തന്നെ സൂഷി ഇങ്ങനെ കപ്പലണ്ടി കയറ്റുന്ന പോലെ അവൻ കൊണ്ട് വെച്ചു. സാറ് ഇത് കോമഡി ആണോ, ഓക്കെ വെച്ചു. ഒരു സാറിന് ആൾക്കാരൊക്കെ താങ്ക് യു നല്ല നിങ്ങള് അപ്രീഷിയേറ്റ് ആക്കി ആണോ വെച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടോ? അവർക്ക് കണ്ടപ്പോഴാ മനസ്സിലായി ഉമ്മാര് ഇനി ഇവിടെ എല്ലാ ദിവസവും വരും, ഇതുകൂടെ ഇട്ട് കൊടുത്താ ഓക്കെ. ഞാനിത് ആദ്യമായിട്ടോ സൂഷി ട്രൈ ചെയ്ത്. നീ നേരത്തെ കഴിച്ചിട്ടുണ്ടോ? അതെനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി ഒരു ഇന്ത്യൻ ടൈപ്പ് സാധനമാണെന്ന് തോന്നുന്നു. ഒറിജിനൽ സാധനത്തിന് ഇത്ര ഇതുപോലത്തെ ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഇച്ചിരി ഇന്ത്യനൈസ്ഡാ, പക്ഷെ ടേസ്റ്റ് എനിക്ക് ഒരു മറ്റേ രണ്ടാമത്തേല് നല്ല മീനിന്റെ ഒരു രുചിയാണ്. പക്ഷെ അത് നല്ലതായിരുന്നു. അത് ഒരു ട്യൂണയുടെ ആദ്യത്തെ അത് എനിക്ക്. പക്ഷെ ഒരേ ട്രെയിലെല്ലാം വന്നത് എനിക്ക് സെയിം ആണെന്ന് തോന്നുന്നു. എനിക്കൊരു ചൂരമീനില്ലേ അതിന്റെ ഒരു ടേസ്റ്റ് ആവുന്നത്. ഇത് മറ്റേ ടൂണ സെയിം അല്ലേ? ടൂണയുടെ ആ ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നില്ല ആ രണ്ടാമത്തേതിൽ.
അതും അമ്മമാരെ കൊണ്ട് വെച്ച് നമ്മള് ചിലപ്പോ ഇങ്ങനെ ഇടുന്നത് സുഷി മറ്റേ ചോപ്സ്റ്റിക്സ് ഒക്കെ കൊണ്ട് വെച്ച് അല്ലെ മറ്റേ ഫോർക്കോട്ടെ ഇത് മറ്റേ ചോറും ഇഡലിയും ചമ്മന്തിയൊക്കെ തരുന്നത് പോലെ എടുത്തിട്ട് ചോറ് പോലത്തില്ല എനിക്കത് കണ്ടപ്പോഴാ മനസ്സിലായി. നിർത്താൻ പറ്റും. കേക്ക് തന്നെ അടിപൊളി. ഒരു കേക്ക് മേടിച്ചു 600 രൂപ ഉണ്ടായിരുന്നല്ലോ. അടിപൊളി കേക്ക്. നല്ല കേക്കായിരുന്നു. അതെത്ര ഒരു 1/4 കിലോ കാണും അല്ലേ? 1/2 കിലോ കാണുമായിരിക്കും. അതിന്റെ കൂടെ ഒരു ചീസ് കേക്ക്. അതും പബ്ബി വന്നിരുന്നിട്ട് ഇത് കൺഫ്യൂഷനാ, ഇത് ചെറിയ പീസ് മേടിക്കണോ അതോ ആ വലിയ കേക്ക് മേടിക്കണോ. കാരണം സംഭവം എന്തായാലും നമ്മൾ തിന്ന് തീർക്കും. അത് ഗ്യാരണ്ടി ആണല്ലോ. എന്റെ സംശയമേ ഉള്ളൂ, 1 കിലോ കേക്കിന് അവിടെ ഒരു 12,000 രൂപ ആവുമായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അവന്മാര് 1+1 പറഞ്ഞത്. ആ കേക്കല്ല, പിന്നെ 1+1 എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ കേക്കിന്റെ കൂടെ ഒരു മറ്റേ പീസും കിട്ടും, പേസ്ട്രി കിട്ടും. നമ്മൾ അതിന് പകരം ചീസ് കേക്ക് എടുത്തു, ഒരു പീസ് അതിന്റെ കൂടെ എക്സ്ട്രാ ബോണസ്. ഞാൻ ചെറിയ കിട്ടും. അമ്മാര് മറ്റേ കുഞ്ഞു സ്പൂണായിട്ടോ അത്. ഓ ഇത് വേണ്ട കുഞ്ഞത്, മറ്റേ സൂപ്പ് കുടിക്കുന്ന സ്പൂൺ എടുത്താ കേക്ക്. ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും മഴയില്ലെന്നും പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ എപ്പ വെളിയിൽ ഇറങ്ങിയ മഴ, അത്ര നേരം മഴയില്ല. നമ്മളൊന്ന് വെളിയിലോട്ട് ഇറങ്ങിയ അപ്പ മഴ പെയ്യും. അത് നമ്മള് കൃത്യം നനയുന്നിടം വരെ, അതായത് നമുക്ക് അകത്ത് കയറുന്നിടം വരെ മഴ പെയ്യും. എല്ലാരും എന്താ പറഞ്ഞാൽ ആര് വെളിയിറങ്ങിയാലും അപ്പം മഴ. എല്ലാരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മളകത്തുള്ളവർ വേറെ ആൾക്കാർ വിളിക്കും ഞാനെന്തോ ഇറങ്ങുമ്പോ മഴ പെയ്യുന്നു. ഇതുപോലെ മറ്റേ ഇത് തല വന്ന് പ്രാവൊക്കെ ഇടുന്നത് ഇതുപോലത്തെ ടാസ്കുകൾ നമ്മള് കൃത്യം ഇത് നമ്മുടെ തലയിൽ എങ്ങനെ വന്നു, ഇത്രയും പേര് വെളിയിൽ പോയി ഇത് കൃത്യം എങ്ങനെ. അവിടെ ഒമാനിൽ വെച്ച് ഒരു വർഷം എന്റെ തലയിൽ ഞാൻ മുട്ട എഴുതി ക്ലീൻ ആയിട്ട് ഇറങ്ങിയതായിരുന്നു. ആ പ്രാവ് അവിടെ തന്നെ എന്റെ തലമണ്ടയിൽ തൂറി പട്ടേന്നും പറഞ്ഞു. അത് എന്നാ വേദന അറിയാം, അത്ര ഹൈറ്റ്. മറ്റേ ഓറ ഫുള്ള് പോകുന്ന സീനാണ്. ഒരു നമ്മളങ്ങ് ലജ്ജിച്ചു. അതും ഞാൻ നേരെ അതുപോലെ കോളേജ് വെച്ച് നമ്മുടെ കോളേജ് അത്യാവശ്യം ഇങ്ങനെ പട്ടിഷോ ഒക്കെ ഇട്ടാണല്ലോ നിൽക്കുന്നത്. ഒരു ദിവസം ഇതുപോലൊരു സാധനം വന്ന് തലയിട്ട് എന്ന് പറഞ്ഞാൽ നാണക്കേടെന്ന് എന്ന് പറഞ്ഞാൽ നാറി. പക്ഷെ എന്റെ കൂടെ ഉള്ള കുറച്ച് പേരെ കണ്ടുള്ളൂ. എനിക്ക് മനസ്സിലായി ഇവിടെ ഇനി ഓറാവും, സീനാവും, ആൾക്കാരെ കൂടുതൽ അറിഞ്ഞാൽ ആറ്റ കേസാവും. അപ്പൊ തന്നെ ഓടിയാവും. കാരണം നമ്മള് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയിലൊക്കെ. എന്നാ ചെയ്യും, ഓറ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങ് നാറ്റമായ സാധനത്തിന് എന്താ തീറ്റ തിന്നുന്നത്. ഈ സംഭവം എവിടെങ്കിലും പോയങ്ങ് ഇരുന്നാ മതി, അപ്പ തന്നെ. ഞങ്ങളുടെ എന്റെ ഭാഗത്ത് ഇതിന് മുമ്പ് വരുന്നതല്ല തോന്നുന്നു. അവനെ ഓൾറെഡി ആ പേര് വീണു. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ വരുന്നു ഇത് സംഭവിച്ചു. അപ്പൊ അടുത്ത 4 കൊല്ലം ഈ പേരിൽ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഈ പേരിൽ അറിയപ്പെടുന്നത് കാക്ക ഡാഷ് ഇത് വെച്ചാ അവനെ വിളിക്കുന്നത്. അവന്റെ ഐഡന്റിറ്റി സെറ്റായി മനസ്സിലായി ഫസ്റ്റ് ഇയർ ഒറ്റ നിമിഷം കൊണ്ട്. അവനിപ്പൊ കണ്ടാൽ എനിക്ക് അവന്റെ ശരിക്കുള്ള പേര് മറന്നുപോയി. ഇത് ഈ പേരെനിക്ക് ഓർമ്മയുണ്ട്. ഈ പിള്ളേരെ നമ്മൾ ഇതുപോലെ സ്കൂളിൽ ഈ ചെറിയ ചെറിയ സംഭവങ്ങൾ നടക്കും, അതായത് ലൈഫ് ചേഞ്ചിങ് ഇവന്റ്സ്. ഇതുപോലെ കാക്കതല്ലേ തോന്നും. അല്ലെ നമ്മള് മറ്റേ നിക്കറ ചില പിള്ളേര് അസംബ്ലിക്ക് തല ഇറങ്ങി വീഴും. പിന്നെ ആ ഐഡന്റിറ്റി ആയി. പിന്നെ ജീവിതം ആ സ്കൂളിൽ നിൽക്കുന്ന അത്ര നാൾ ആ പേരിൽ അറിയപ്പെടുന്നു. ഒന്നെങ്കിൽ സ്കൂള് മാറണം, അല്ലെങ്കിൽ വേറെ വഴിയില്ല. എല്ലാരും പേര് വീണാ തീർന്നു. അവനെ കാണുമ്പോ ആ പേര്. ചിലവര് സ്കൂളിൽ നിന്ന് കോളേജ് മാറി പിന്നെ രക്ഷപ്പെട്ട് വരും. ഇനിയിപ്പോ പുതിയ സ്ഥലം എങ്ങനെയാലും പഴയ അപ്പോഴായിരിക്കും അറിയാതെ ഏതേലും ഒരുത്തൻ വന്നേടാ ഇങ്ങനെ വിളിക്കുന്നത്. ഓ ഞാൻ രക്ഷപ്പെട്ടെന്നാ കരുതിയ പുല്ല്. പിന്നെ ആ റിയാലിറ്റി. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവരെ ഞാൻ എങ്ങനെ പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അവനെ ഒരു പേരാ വിളിച്ചോണ്ടിരുന്നത്. അവരെ എല്ലാരും സ്കൂളിൽ കോഴി എന്ന് വിളിച്ചത്. അപ്പൊ എടാ കോഴി എന്റെ സ്വന്തമായിട്ടൊരു പേരില്ല. ഇവൻ ഫസ്റ്റ് ഇയർ ഞങ്ങൾ ഒരേ കോളേജിലാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ഇയർ എന്നെ വന്നപ്പോ കണ്ട് ഞാനിവനെ പഴയ പേര് തന്നെയല്ലേ വിളിക്കുന്നത്. ഇവൻ എന്നെ മാറ്റി നിർത്തിയിട്ട് പറയാണ്
എടാ കല്ല എന്റെ സ്കൂൾ ജീവിതവും പോയി. നിങ്ങളെല്ലാം കോഴി 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 തന്നെ വിളിക്കും. ഭയങ്കര സെഡായിട്ട് പറയാം. എനിക്കും തോന്നി ശരിയാണല്ലോ, ഞാൻ റോങ് ആണല്ലോ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇല്ലടാ ഞാൻ വിളിക്കുന്നത്, ഞാൻ കൺട്രോൾ ചെയ്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ എല്ലാരും പുതിയ പേര് വീണ് ഞാൻ പറയേ ഞാനൊന്നും ചെയ്തില്ല, അതിന്റെ നീ തന്നെ പേര് മേടിച്ച് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതെ പേര് വീണാ തീർന്നു. അയ്യോ ചിലവരെ ഒന്നും നമുക്ക് ശരിക്കുള്ള പേര് ഓർമ്മ കാണത്തില്ല, ഈ വട്ടപ്പേര് ഓർമ്മ കാണത്തില്ല. നമ്മളിപ്പോ അവരുടെ പേരൻസ് ഒക്കെ വന്നാലും ചിലപ്പോ അറിയാതെ ഈ പേരങ്ങ് പറയും. വീട്ടിൽ പോയിക്കാതെയോ അവരുടെ വീട്ടിലൊക്കെ വെളിയിൽ നിന്ന് ഇങ്ങനെ അവള് വിളിക്കുന്നത് ഇടാ ഇറങ്ങിയോ. ഇങ്ങനെ നമ്മ അടുത്ത കൂട്ടുകാരുടെ വീട്ടില് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന വീട്ടുകാരും അത് തന്നെ അങ്ങനെയുണ്ട്. വീട്ടുകാരും പട്ടപ്പേരാനൊക്കെ വിളിക്കുന്നത്. എടാ ഇതുപോലെ മറ്റേ ചിലവരുടെ നമ്മളെ അപ്പന്റെ പേര് വെച്ചല്ലേ വിളിക്കുന്നത്. എന്നാൽ ലാസ്റ്റ് നെയിം ആയിരിക്കും അവനെ വിളിക്കുന്നത്. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ അറിയാതെ നമ്മള് ഫോണൊക്കെ വിളിക്കും പറയാ ഒന്ന് കൊടുക്കാവോ, അപ്പനായിരിക്കും ഫോൺ കൊടുക്കും. അയ്യോ സോറി അങ്ങനെ ആള് മാറും. എന്റെ കൂട്ടുകാരുണ്ട് കോട്ടയത്ത്, അവന്റെ പേര് ലൈക്ക് മാത്യു എന്നാ, പക്ഷെ അവന്റെ അല്ല കൊറേ മാത്യു ഉണ്ടല്ലോ. അപ്പൊ ഇവന്റെ മറ്റേ ലാസ്റ്റ് പേരെ വിളിക്കുന്നത് കോശി, അവന്റെ അച്ഛന്റെ പേരാ കോശി. അവന്റെ മറ്റേ വീട്ടിൽ വെച്ച് എടാ കോശി അച്ഛന അല്ല അവന് കോശി ഇറങ്ങി വേണം കോശി ആരടാ മോൻ. ചിലവർക്ക് ഭയങ്കര കലിപ്പാവും അങ്ങനെ കേട്ട് വീട്ടുകാർ ചുമ്മാ പകുതി പ്രായമുള്ളവൻ വന്ന് പറയും എടാ കോശി ഇറങ്ങി വേണം. അയ്യോ ഇവരെന്നെ നോക്കിയായിരിക്കും ഇങ്ങനെ തിരിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ കണ്ടാൻ ചിരിക്കും. ഇവനിങ്ങനെ ഒരു നോട്ടം നോക്കി ഇടയ്ക്ക് ഒളി കണ്ടിട്ടൊരു നോട്ടം നോക്കി അപ്പോഴാ ഇതിന്റെ ചിരി നിർത്താൻ പറ്റും. നമ്മളൊരു കാര്യം കാരണമായിരിക്കും ചിരി തുടങ്ങുന്നത്, പക്ഷെ പിന്നെ മറ്റേ ആളുടെ ചിരി കണ്ടാ നമുക്ക് ചിരി, നമ്മള് ചിരി കണ്ടാ അവര് ചിരി. ഇതുവരെ ലൂപ്പി വരെ സ്റ്റക്കായി പോകും. എനിക്കാണെങ്കിൽ ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് മുള്ളാൻ പറ്റും. അവിടെ തന്നെ ബേളമായിരുന്നു എന്റെ ദൈവം. അയാളുടെ ഒരു പിക്ചറും ഉണ്ട്, 3 ഗ്ലാസ്സും ഉണ്ട്, 6 പേരുണ്ട്. അയാൾക്ക് അത്ര കൊണ്ടുവരാൻ പറ്റുള്ളൂ. അയാൾ ചോദിക്കുക ബാക്കി ക്ലാസ് അവൻ കൊണ്ടുവരാൻ. എനിക്കാണെങ്കിൽ മുള്ളാൻ മുട്ടി നിൽക്കും, എനിക്കാണെങ്കിൽ ചിരിക്കാനും പറ്റില്ല. ചിരിച്ചാ സീനാവും, അതുവരെ എണീച്ച് പോകണ്ട് മുകളിൽ. എനിക്ക് അതിനല്ല, എനിക്ക് വയർ ചിരിച്ച് ഇവിടെ ഈ 2 സൈഡിൽ അത് ലാബ് എക്സസൈസ് ആയി മാറും. മറ്റേ ഈ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാ ഇതുപോലെ ക്ലാസ്സിൽ ഓരോരുത്തമാര് പ്രസന്റേഷൻ ഒക്കെ നടത്തുന്നില്ലേ ക്ലാസിന്റെ മുകളിൽ ചിരിപ്പിക്കാനായിട്ട്. അത് നമ്മളിപ്പോ പ്രസന്റ് ചെയ്യാൻ ചിരി തുടങ്ങിയാൽ നിർത്താൻ പറ്റത്തില്ല. നമുക്ക് എന്ത് കണ്ടാലും ഇവന്മാറി മോന്ത പുറകെ കാണും, അപ്പ ചിരി വരും. എന്റെ ദൈവം, നമ്മള് മറ്റേ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോ ആയിരിക്കും അവിടെ ഇവിടെ പിന്നെ ആ കഷ്ടകാലത്തിനപ്പം ചിരി നിർത്താനും പറ്റത്തില്ല. എല്ലാരും മറ്റേ കലിപ്പിലായിരിക്കും, മറ്റേ എല്ലാരും കേൾക്കാൻ ഇരിക്കുമല്ലോ ടീച്ചർമാരല്ലേ. ഈ സമയത്താണ് കഷ്ടകാലത്തിന് ചിരി. ഏതെങ്കിലും ഒരുത്തരപ്പം നമ്മളിങ്ങനെ നോക്കുന്നത് എന്തേലും കാണിക്കും. പണ്ട് നാട്ടിൽ വെച്ച് ഞാൻ കുഞ്ഞിലാകുമ്പോഴത്തെ അമ്മ എന്നെ ഒരേ ഈ ഡാൻസ് പരിപാടിക്കൊക്കെ എന്നെ വിടുകയാണ്. കൊച്ചുപിള്ളാരുടെ ഡാൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ അവിടെ ഈ മറ്റേ കൃഷ്ണന്റെ ഒക്കെ കോസ്റ്റ്യൂം ഒക്കെ ഡാൻസ് കളിക്കാൻ നിൽക്കുക. അപ്പൊ ഞാനാണ് അവിടുത്തെ ഏറ്റവും ഇളയത്. അപ്പൊ എനിക്ക് ഇച്ചിരി പ്രായമുള്ള ചേട്ടന്മാർ ഫ്രണ്ട്സ് ഉണ്ട്, എന്നെക്കാൾ ഒരു 5 വയസ്സ് മൂത്തത്. എന്റെ ഡാൻസ് ആകുമ്പോഴത്തേക്കും ഇവരെല്ലാരും കൂടെ വന്ന് അവള് മുമ്പിൽ വന്നിരിക്കും. എനിക്കാണെങ്കിൽ അതും ഇത് മറ്റേ 12 ഡാൻസാ, ഞാനും ഒരു പെണ്ണുമാണ്. അങ്ങനെ ഡാൻസ് കളിക്കുന്നത്.
ആ ചേട്ടന്മാർ അവിടുന്ന് ചിരിയോടെ കോപ്പറാൻ കാണിക്കുക. ഞാനെങ്കിൽ സ്റ്റെപ്പൊക്കെ മറന്നു പോവാ, അപ്പോഴെന്റെ കാലിൽ കയറി ചവിട്ടുന്നത്. ടെൻഷനാ. കാരണം എത്ര ആൾക്കാരാ മറ്റേ അമ്പലത്തിന്റെ അകത്ത്. അമ്പലത്തിലാണെങ്കിൽ ഇത്ര ആൾക്കാർ വന്നിരുന്ന് മറ്റേ എന്തോ ഈ ഒരു 10 ദിവസത്തേക്ക് എന്തോ ഇതില്ലേ സപ്താഹ്. ആ സമയത്ത് ഈ ഉച്ചക്ക് നല്ല ഊണാണ്, ആടി പശൊക്കെ സീനാണ്, നല്ല ചോറും സാമ്പാറൊക്കെ ഇട്ട് അടിച്ച് അത് പോട്ടെ. അത് അപ്പൊ ലാസ്റ്റ് ദിവസം ഈ കൊടി താഴെ കിടക്കുന്ന ആ സമയത്ത് ഫുൾ പരിപാടിയൊക്കെ നല്ല പൈസ ഉണ്ട്. ഇവര് നിങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിനോ എന്തെങ്കിലും പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? സ്കൂളിൽ എലക്യൂഷൻ അങ്ങനത്തെ പോയം റിസൈറ്റല്, എലക്യൂഷൻ, റെസിറ്റേഷൻ, ഈ റൈറ്റിംഗ് പരിപാടിക്കെല്ലാം. കാരണം ആ പീരീഡിന്റെ ഇടയ്ക്കായിരിക്കുമല്ലോ ഇതിന്റെ സെലക്ഷൻ ഒക്കെ. അപ്പൊ നമുക്ക് പോകാൻ വേണ്ടി എല്ലാ മറ്റേ സ്വന്തം പേര് പോലും തെറ്റിച്ചിടുന്നവന്മാരൊക്കെ മറ്റേ പോയം റൈറ്റിങ്, സ്റ്റോറി റൈറ്റിങ് ഇതിനൊക്കെ പോയി അവിടെ വന്ന് കോപ്പി അടിക്കുന്ന സ്റ്റോറി വേണം, നിന്റെ കഥയെന്ന് വേണം അവിടെ ചെല്ലുമ്പോ ടോപ്പിക്ക് പോടെ എഴുതും. നമ്മളപ്പോ ഒരു കഥ എഴുതണം. പോയതെല്ലാം അങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഞാൻ പറയും ഇതേലും തന്നെ എഴുതും. കോമ്പറ്റീഷൻ വന്നിട്ട് കോമ്പറ്റീഷൻ ഒരു കഥയൊക്കെ എങ്ങനെയാ കോപ്പി അടിക്കുന്നത്? അത് അപ്പൊ തന്നെ പിടിക്കത്തില്ല. രണ്ടുപേരും ഒരു കഥ എഴുതിക്കുന്നു. ഞാൻ ഇതിനെല്ലാം കയറുമായിരുന്നു. എലക്യൂഷൻ എന്ന് ഞാൻ എഴുതി പഠിച്ചിട്ടു. അപ്പം അവിടെ ചെല്ലും പറയുമ്പോ ഇടയ്ക്ക് നമുക്കൊരു തപ്പൽ വരെ അടുത്ത തന്നെ കാണാൻ പഠിച്ചിട്ടല്ലോ അടുത്ത് ഇനി എന്നാ പറയുന്നത്. ആ സമയം മറ്റേ അപ്പൊ നമുക്ക് മറ്റേ പയ്യെ വേർക്കാൻ തുടങ്ങും. ഇപ്പൊ ഒരു ലൈൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും കഴിഞ്ഞു പോയി. അപ്പം ടീച്ചർമാരൊക്കെ ഇത് കാണുമ്പോ ടെൻഷൻ പിന്നെയും കൂടി. എന്നതായിരുന്നു വിറ്റുമില്ല ഒന്നുമില്ല. ഇനി എന്നാ പറയും ലാസ്റ്റ് താങ്ക് യു. അതാ ഇതിനൊന്നും നമുക്ക് ശരിക്കും എന്നാ ആ സമയം നമ്മള് മറ്റേ എന്നാ പറയാ മറ്റേ പയ്യെ തൊണ്ടയൊക്കെ പറ്റാൻ പറയും. പിന്നെ ചില പറയുമ്പോൾ വിറയ്ക്കാനൊക്കെ തുടങ്ങും നമുക്ക് ഈ സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ. അടിച്ച് അങ്ങ് വിക്കി ഒരുമാതിരി ഹമ്പില് വണ്ടി കയറുന്നല്ലേ, വാക്കൊന്നും വരത്തില്ല. ഞാൻ അവിടുന്ന് വേർക്കുവാ ടെൻഷൻ അടിച്ച്. ഞാൻ ഈ UKG ആയപ്പോഴത്തേക്ക് സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ എന്നും പറഞ്ഞ് എന്നെ അവിടെ പോയി സ്റ്റേജിന്റെ മുമ്പില് പൊക്കമില്ല. എനിക്കാണെങ്കിൽ ഈ മൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് പറയാൻ പേടി. മൈക്ക് ഇങ്ങനെ ഞാൻ ഒരു 30 സെക്കൻഡ് ആയപ്പോ ടീച്ചർമാര് പിടിച്ച് മാറ്റി. ഒരു കുഴപ്പമില്ലാതെ ഞാൻ അവിടെ തകർന്ന് ടെൻഷൻ അടിച്ച് പണ്ടാണെങ്കിൽ അയ്യോ എനിക്ക് അതിന്റെ സ്റ്റേജിൽ കയറാനേ പേടിയായിരുന്നു. അത് മറ്റേ ഇപ്പൊ സ്റ്റേജ് ഒരു 2 പേർക്ക് സ്റ്റേജിൽ കയറും. അത് ആ സ്റ്റോറി എന്താണ് മറ്റേ പണ്ടത്തെ എന്തോ ഒരു ആക്സ് അയാളുടെ കളഞ്ഞു പോയി. സ്റ്റോറി ഫുൾ സെറ്റാ, പക്ഷെ ഇതങ്ങ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ പോയി ഈ മറ്റേ ഇന്റർനെറ്റ് ഒക്കെ ലാഗ് ആകത്തില്ല, അതുപോലെ ഗ്ലിച്ചല്ല ക്രാഷ് ആയി. EXE മോഡായി, എററായി. അതിന് ട്രോമ ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ ഭയങ്കര കഴിവുള്ള പിള്ളേർ വേറെക്ക് ഇത് എങ്ങനെ ചെയ്യും നമ്മളെ അലമ്പാവരുത്. എല്ലാ സ്കൂളിലും കുറച്ച് കഴിവുള്ള പിള്ളേർ കാണുമല്ലോ ഇപ്പോഴും ഫസ്റ്റ് അടിക്കുന്നത്. ഫുള്ള് അവര് വന്ന ഓക്കെ അവര് കൊണ്ടുപോകും. അത് നമുക്കറിയാം. നമ്മള് പേരിന് അറ്റൻഡ് ക്ലാസ് കട്ടിയാൻ വേണ്ടി. ഈ പണ്ട് നിങ്ങൾ ഈ PCM എക്സാം എഴുതിയിട്ടുണ്ട്? എനിക്ക് കുറെ മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മറ്റേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കിട്ടുള്ളൂ, പിന്നെ കിട്ടിയിട്ടില്ല. കാരണം ഞാനത് എല്ലാ വർഷവും എഴുതുമായിരുന്നു. PCM പൊളിയായിരുന്നു. മറ്റേ ബുക്ക് കിട്ടും, എന്നിട്ട് വായിച്ച് പഠിക്കും. ഇന്ത്യയിൽ എത്ര സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്, ഇത്ര സ്ക്വയർ. ഫസ്റ്റ് ഇതാരാ പറഞ്ഞത്, ലൈറ്റ് ഓഫ് ഇന്ത്യ, ഹൂ ഇസ് ദ മോഡേൺ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റു. ഇതൊക്കെ എനിക്ക് അതിന് പക്ഷെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെ ആണ്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ നിൽക്കും. ആ ഫുൾ ഇത് ഞാൻ എഴുതിയിട്ടുണ്ട്.
അടിപൊളിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. 1-2 തവണ ഞാൻ കണ്ടെഴുതിയിട്ടുണ്ട്. പക്ഷെ പൈസ പിന്നെ വേറെ ഉണ്ട്, ബാലരമ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാം ഉണ്ടായിരുന്നു. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. നൈസ്. ഒരു 10 പേരെ അത്യാവശ്യം നല്ല ഭാവി ഉണ്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിന് ശേഷം കയ്യിന്ന് പോയി. ഞാനങ്ങ് തീരുമാനിച്ചു ഇനി അങ്ങ് പിഴയ്ക്കുക. ഇത്ര നാളും അടങ്ങി ഒതുങ്ങി പഠിച്ചു, നല്ല മാർക്കൊക്കെ കിട്ടി. ലൈഫ് ചോയ്സസ് പിന്നെ മനസ്സിലായോ 10 കഴിയുമ്പോ അതൊക്കെ കഴിയുമ്പോഴാ പഠിക്കണ്ടേ. റിവേഴ്സ് ആയിപ്പോയി. സ്കൂളൊക്കെ ഒരു സിസ്റ്റമാ, ഇതിനകത്ത് കേറിയാ നമ്മള് ട്രാപ്പായി പോയി. നമ്മളിതിനൊന്നും പെടല്. ആ വൈബായി. എന്തൊക്കെ കൊച്ചിലത്തെ ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. രസമുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഈ ഫിസിക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈറ്റ് ഇങ്ങനെ വന്ന് റിഫ്ലക്ട് ചെയ്തൊക്കെ പോകും. ഒരു 10ാം ക്ലാസ് വരെ. പിന്നെ അങ്ങോട്ട് ഇമാര് മറ്റേ പരിപാടി തുടങ്ങി, മറ്റേ കണക്കുകളും ഇതൊക്കെ വരെ. മറ്റേ എഴുതിയാ പിന്നെ നമ്പറേ ഇല്ല, ഫുള്ള് അക്ഷരം. ഈ എക്സും വൈയും കയറി വന്നതോടെ പരിപാടി നിർത്തി. ജീവിതം പോകട്ടെ. ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ. മറ്റേ എനിക്ക് മാത്സ് ചെയ്യാൻ പണ്ട് തൊട്ട തോൽവി. എനിക്ക് പറ്റത്തില്ല. എനിക്ക് ബാക്കിയെല്ലാത്തിനും ഭയങ്കര മാർക്കാണ്, മാത്സിന് മാത്രം. കാരണം എനിക്ക് ഇഷ്ടമല്ല എഴുതി ഇങ്ങനെ പഠിച്ച് ചെയ്യുന്നത്. അത് കണ്ടുപിടിച്ച് പറഞ്ഞാൽ ആ നാക്ക് കിട്ടുവാണ് നൈസാ ചെയ്ത് പോകാൻ നല്ല രസമാണ്. പക്ഷെ ഇത് കുറച്ചേരം ഇരുന്നാലല്ലേ ഈ നാക്ക് കിട്ടുന്നു. അതിന്റെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. മറ്റൊക്കെ എന്ന് പറഞ്ഞാൽ വായിച്ചാൽ മതി. ഇത് ഓക്കെ, പണ്ടത്തെ അറിയാമല്ലോ, ഈ ജസ്റ്റ് ഫോട്ടോസ് ഇലയെന്ന് ഇത് വരും, അങ്ങനെ ഒരു കഥ പോലെ പഠിച്ചാൽ മതി. ഈ കഥയെന്ന് മാറുന്ന ഈ 10ാം ക്ലാസ് കഴിയുമ്പോഴാണ്, അപ്പോഴാണ് പെട്ടുപോയത്. സ്റ്റോറി ഇല്ല. പിന്നെ അവര് തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കി ഇങ്ങോട്ട് ചോദിക്കുക, അത് കണ്ടുപിടിക്കും. ഈ സത്യം പറഞ്ഞ ഈ മറ്റേ ബുജർക്കൊന്നുമില്ല, അവർക്കും ഈ ജീവിതത്തിൽ ഒരു എയിം ഇല്ല. അവരാണെങ്കിൽ അവരുടെ എയിം എന്ന് വെച്ചാൽ ഈ മാത്സ് സോൾവ് ചെയ്ത് ഇതിന്റെ ഒരു ആൻസർ കണ്ടുപിടിക്കുക. അവരൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ രക്ഷപ്പെടാൻ എന്നാ രക്ഷപ്പെടാൻ ഒരു പരിപാടി ഇരുന്നങ്ങ് പഠിക്കുക. ആ ശ്രീചാറ്റനൊക്കെ ഇരുന്നപ്പോഴേ ഇമാരൊക്കെ 12-1 മണി വരെയൊക്കെ അവിടെ ഇരുന്ന് കുളിക്കുക. മറ്റേ ഞാൻ ജോയിൻ ചെയ്ത കോച്ചിങ്ങില് ഈ ടോപ്പ് 10,000 റാങ്കില് ഷെയ്ഡ് അതില് 65% ശ്രീ ചൈതന്യ പഠിച്ച പിള്ളേർ. ഇവന്മാരൊക്കെ ഒരു പണി അടുത്ത മാത്രം ചേട്ടാ. രാവിലെ ഞാൻ അവിടെ സിഗരറ്റിന് വേണ്ടി തപ്പി കിടക്കും. ഇവന്മാരൊക്കെ ആണെങ്കിൽ ക്ലാസ് റൂമിന്റെ അവിടെ അപ്പോഴും ഇരുന്ന് പഠിത്തമാ, എക്സാം. കാരണം എല്ലാ ആഴ്ചയും സാറ്റർഡേ ജെയ് മെയിൻസ്, സൺഡേ ജെയ് അഡ്വാൻസ് എക്സാം ഉണ്ട്. ആ ഒരു ആഴ്ച പഠിപ്പിച്ച് ഇവന്മാർ അവിടെ കുത്തിയിരുന്ന് പഠിക്കുക. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അതിലൊന്നും മുന്നേറാൻ പറ്റിയിട്ടില്ല. ഞാനൊരു 2 കൊല്ലം ബ്രില്യൻ കോച്ചിങ്ങിനൊക്കെ അവിടെ പോയി ഏതാന്നറിയോ, അപ്പുറത്തിരിക്കുന്നവന്റെ ഇവിടെ കയറി പിടിക്കും, ഇങ്ങനെ തോണ്ടും. ഇതൊക്കെയാ അവിടെ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. പരീക്ഷയൊന്നും ഇല്ല. അവിടെ ലിസ്റ്റില് പേര് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ബ്രില്യനിലോ കോച്ചിങ് ഉണ്ട്. ശനി ഞായറും അവിടെ രാവിലെ മറ്റേ ഇന്റർവെല്ലിന് മീറ്റ് ട്രോളും അത് കഴിക്കാനാവോ? നീ പാലയിലാണോ? പാലയിലാണോ? ചങ്ങനാശ്ശേരി. ഞാൻ കുച്ചപ്പേട്. നമ്മളപ്പുറത്ത് ഇപ്പുറത്ത് വെറുതെ പോയി വീട്ടുകാര് മീറ്ററോളും പൊട്ടമൊപ്പം കിട്ടി. വെറുതെ വീട്ടുകാര് 10-30,000 രൂപ തിരുത്തോ? ഞാനും പറഞ്ഞു എനിക്ക് താല്പര്യം. പക്ഷെ ഞാൻ ലാസ്റ്റ് ബ്രില്യന്റ് +2-ലാണല്ലോ കോച്ചിങ് തീരാ. അതിന് പിന്നെ പരീക്ഷ ആവുള്ളൂ. ലാസ്റ്റ് ഒരാഴ്ചക്ക് മുമ്പേ ഞാൻ നിർത്തി. അത്ര നാളും ഞാൻ പോയി. ലാസ്റ്റ് ഒരാഴ്ച ഞാൻ പറഞ്ഞു എനിക്കിത് വീട്ടിൽ ഭയങ്കര ഒരാഴ്ച കിടക്കെ ഞാൻ തീർന്നു. ഞാൻ പറഞ്ഞു ഞാനിനി പോകത്തില്ല, എനിക്കിനി വയ്യ സീൻ. അതവരെ നേരത്തെ നിർത്തിയത്. ഞാൻ അവിടെ മറ്റേ ഇതിനിടയ്ക്ക് 1 മാസം മറ്റേ അവിടെ ഹോസ്റ്റലിൽ പോയി പഠിക്കണം. അതറിയാമോ? അങ്ങനെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു ആദ്യം തന്നെ. അതല്ല ഈ ബ്രില്യന്റിന്റെ 1 മാസം ഹോസ്റ്റലിന്റെ ഒരു ഇതുണ്ട് പാലകളും. +1 കഴിഞ്ഞിട്ട് ഒരു അവധി ഉണ്ടല്ലോ. അന്നേരം 1 മാസം പാലല്ല, നമ്മള് പഠിക്കുന്നിടത്ത് തന്നെ സ്കൂളിന്റെ ഹോസ്റ്റലില്. അത് നല്ല രസമായിരുന്നു. ഹോസ്റ്റൽ ജീവിതമല്ലേ രസമായിരുന്നു. ഹോസ്റ്റല് എനിക്ക് ഹോസ്റ്റലിൽ പോയാലേ ഞാൻ നല്ല എൻജോയ് ചെയ്ത. സാറിന് പിള്ളേര് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കരയും, വീട്ടിൽ പോണോന്ന് പറയാൻ. അങ്ങനത്തെ എനിക്ക് ഞാൻ നോക്കിയിട്ട് എന്നാ പൊളിയാ ഇവിടെ എന്ന് പറഞ്ഞാ കൂടെ ഉള്ള കുറെ പൊട്ടന്മാര് നമ്മളവരായിട്ടൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാ. ഞങ്ങക്ക് ആദ്യത്തെ പരീക്ഷയൊക്കെ പഠിക്കുമായിരുന്നു. എനിക്ക് ആ പണ്ട് ഈ എക്സാമിന് തല നമുക്കൊരു പേടിയുണ്ടല്ലോ, അത് പോയാൽ ഞാൻ ഹോസ്റ്റലിൽ ചേർന്നത്. കാരണം കുറെ പേര് പഠിക്കുന്നില്ല, ചുമ്മാ ഞങ്ങൾ ഒരു മൊണോപ്പൊളിയൊക്കെ ഇരുന്ന് കളിക്കും. അത്ര നാൾ ആരും ഒന്നും കളിക്കില്ല. എക്സാമിന് മറ്റേ 2 ദിവസം അവധിയൊക്കെ കിട്ടുമല്ലോ ഈ എക്സാമിന് മുമ്പുള്ളത്.
അപ്പൊ ഇതങ്ങോട്ട് അങ്ങ് എടുക്കും. എന്നിട്ട് എല്ലാരും വന്ന് നാളെ പഠിക്കണ്ടേ, പഠിക്കാം ഈ ഇന്ന സമയമാകുമ്പോ പഠിക്കാന്ന് പറയും. പിന്നെ ഇത് കളിച്ച് ഒരു 2 മണിക്കൂർ. ആ ഒരു സീസൺ കഴിഞ്ഞപ്പോ എനിക്ക് എക്സാമിന്റെ പേടിയില്ല. കാരണം പോവുക വരിക നമുക്ക്. അല്ലെങ്കിൽ എനിക്ക് തലേന്ന് ഒരു പേടിയാണ്, നാളെ പരീക്ഷയാണല്ലോ, ഒന്നും പഠിച്ചില്ലല്ലോ, അത് പഠിക്കാന്ന് പറയും. എനിക്ക് ഹോസ്റ്റലിൽ പോയാൽ അത് മാറി. കാരണം എല്ലാരും ആണ് അവിടെ, ആരും പഠിക്കുന്നില്ല. പഠിക്കുന്ന ടോപ്പിക്കേ അല്ലല്ലോ അവിടെ. എന്നാ ബുക്ക് എടുക്കുവോ? അതൊന്നുമില്ല. ബുക്കൊക്കെ നമ്മൾ അത് മറ്റേ ഇരിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് ഹോസ്റ്റലിൽ പോയാൽ തുണി അലക്കുന്നത്. ഞാൻ പിന്നെ വീടിന്റെ അടുത്തായോണ്ട് ഞാൻ ശനിയാഴ്ച ആകുമ്പോൾ ബസ് കയറി വീട്ടിൽ പോകും, ഒരു ലോഡ് തുണിയായിട്ട്. അല്ലെങ്കിൽ കോളവർ അമ്മയ്ക്ക് കൊടുക്കും, തിങ്കളാഴ്ച കയറി വരും. പക്ഷെ ഹോസ്റ്റലിൽ ഞാൻ കോളേജിൽ നിന്നിട്ടുണ്ട്, സ്കൂളിൽ നിന്നിട്ടുണ്ട്. 10 കഴിഞ്ഞ് +1 +2 എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് വീട്ടിൽ പോകാനേ തോന്നുന്നില്ലായിരുന്നു, ഹോസ്റ്റലിൽ ഇരിക്കാൻ ഭയങ്കര രസമായിരുന്നു. അതും ഞാൻ സ്കൂളിൽ വന്ന ഡോർമെട്രി ഇല്ല, 16 പേര് ഒരു വലിയ റൂമിനകത്ത് കിടക്കുന്നത്. 16 പേരും കിളിയാ, ആർക്കും അത് കഴിഞ്ഞും ഇങ്ങനെ ചറപറ ഡോർമെട്രികൾ, ആ വലിയ ബിൽഡിംഗ് നിറച്ച് പിള്ളേർ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കണക്ഷൻസ്. നമ്മളെല്ലാടും നല്ല അന്നോട്ടെ മറ്റേ കമ്പനിയാണ്, മനസ്സിലായി. ഇപ്പൊ എല്ലായിടത്തും ഓരോ ടൈപ്പ് ആൾക്കാരുണ്ട്. പിന്നെ കോമഡിയാ, ഫുൾ ടൈം കോമഡിയാ. ഈ ചില ഹോസ്റ്റലിൽ വന്ന പിള്ളേർ എല്ലാ ദിവസവും വീട്ടിൽ വിളിച്ച് എനിക്കതൊന്നും മനസ്സിലാകാറില്ല. പിന്നെ ഈ പഠിക്കുന്നവരും ഉണ്ടാതി, നിങ്ങക്ക് വേണം പഠിക്കാൻ, എനിക്ക് അത് ഞാൻ 2 കൊല്ലം അർമാദിച്ച് കോളേജിലും എല്ലാം അർമാദിക്കുക. പരീക്ഷ തലേന്ന് ഒരു കെട്ട് ബീഡിയും കുറച്ച് കട്ടൻ കാപ്പിയും സെറ്റ് ചെയ്യും. കാരണം ബീഡിയാ പോയി മേടിക്കുന്നത്. ഈ സാധനം ബസ് കെട്ടാണ്, പൈസ ഇല്ല, ഒത്തിരി മേടിക്കും, പിന്നെ കുറെ വേണ്ടത്. ഇത് തലേന്ന് നമുക്ക് ഇരുന്ന് രാത്രി ഫുള്ള് ഉറക്കമില്ല പഠിക്കണമല്ലോ. ഒരു കെട്ട് ബീഡി എടുത്ത് ഇവിടെ വെക്കും, എല്ലാരും വന്നിരിക്കും പഠിക്കാൻ. സ്കൂളിലല്ല കേട്ടോ, കോളേജിൽ. എന്നിട്ട് നേരെ പോയി ഒരു വീഡിയോ എത്തി, കട്ടൻ കാപ്പി ഇങ്ങോട്ട് മറ്റേ കോൺസെൻട്രേറ്റഡ് ഷോട്ട് ഇതടിക്കും, ഇരുന്ന് പഠിക്കും, ഇതടിക്കും, ഇരുന്ന് പഠിക്കും. അങ്ങനെ തലേന്നിരുന്ന് പഠിച്ച എല്ലാം പാസ്. എന്തെങ്കിലും ഔട്ടറായിട്ട് ഔട്ടർ ഒന്നും വേണ്ട, നമ്മളിപ്പോ അങ്ങനെയൊന്നും പറയാറില്ല. മാത്രമേ